തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ എത്തുന്നു. രാഹുൽ ഗാന്ധി സാങ്കേതികമായി നമുക്ക് ദേശീയ നേതാവ് എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുൻ MP കൂടിയാണ് എന്നതുകൂടി ചേർത്ത് പറയേണ്ടതാണ്. വയനാട്ടിലെ MP കൂടിയായിരുന്നു രാഹുൽ ഗാന്ധി എന്നതും. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം തന്നെയാണ്, ദേശീയ നേതാവ് തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ റോഡ് മാർഗം ആണ് കോഴിക്കോട് ബീച്ചിലേക്ക് പോവുക. വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ ആണ് പൊതുസമ്മേളനം നടക്കുന്നത്. അതോടുകൂടി ഒരുപക്ഷെ കോൺഗ്രസിന്റെ പ്രചാരണം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. മാത്രവുമല്ല, നേരത്തെ ഈ പുതുയുഗയാത്രയുടെ സമാപനത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ആണ് പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങൾ എന്നത് ആയിരുന്നു അതിന്റെ ഉള്ളടക്കം. അതിൽ തന്നെ 3000 രൂപയാക്കി ക്ഷേമ പെൻഷൻ ഉയർത്തും, വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, അങ്ങനെ പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി ഈ KSRTC ബസ്സിൽ ആണ് കരിപ്പൂരിലേക്ക് മടങ്ങുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. അതോടൊപ്പം തന്നെ വനിതകൾ ആയിട്ടുള്ള, അതായത് വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേകമായിട്ടുള്ള സ്റ്റൈപ്പൻഡ്, അങ്ങനെയുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ആണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രിക ആയിരിക്കും UDF തയ്യാറാക്കുക എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, രാഹുൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത് കോൺഗ്രസ് പ്രവർത്തകരുടെ UDFിൻ്റെയൊക്കെ ആവേശം ഇരട്ടിയാക്കും എന്നതിൽ തർക്കമില്ല. അതേസമയം ഒട്ടേറെ വിഷയങ്ങളുണ്ട് കേരളത്തിൽ. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഡീൽ എന്ന ഒരു അജണ്ട, ഒരു സബ്ജക്റ്റ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയും അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിന് അനീഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി കൂടി എത്തുന്നു. രമേശ് ചെന്നിത്തല നേരത്തെ നമുക്കറിയാം വാർത്താ സമ്മേളനത്തിൽ വലിയ വിമർശനങ്ങൾ ആണ് ഉന്നയിച്ചത്. വലിയ തിരക്കിൽ ആണ്. അനീഷ് കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമാണ്, നേതാക്കളുടെ ഓരോ മിനിറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം. അനീഷ്, രാഹുൽജിയുടെ വരവിനെ പറ്റി പറയാനോ? ഇന്നിപ്പോൾ രാഹുൽജി വരികയാണ്. മഹാറാലി കോഴിക്കോട് നടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം, അതിന്റെ ഒരു യഥാർത്ഥ ഒരു ആവേശത്തിലേക്ക് നീങ്ങുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ റാലിയോട് കൂടി കേരളത്തിലെ കോൺഗ്രസിന്റെയും UDFിന്റെയും പ്രധാന പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. വലിയ ആവേശമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവ് പുത്തൻ ആവേശവും പുത്തൻ കരുത്തും UDFിന് നൽകും. 5 ഗ്യാരണ്ടികൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ഗ്യാരണ്ടികളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കും. എന്തായാലും അതാണ് 5 ഗ്യാരണ്ടികൾ നേരത്തെ പുതിയ യാത്രയുടെ സമാപന വേദിയിൽ വെച്ച് തന്നെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെയൊക്കെ ഒരു ആവേശം, പ്രത്യേകിച്ചും കോഴിക്കോട് നിന്നും ഈ മഹാറാലി ആരംഭിക്കുന്നു. അദ്ദേഹത്തിന്റെ പര്യടനം തന്നെ തുടങ്ങുന്നത് കോഴിക്കോട് നിന്നാണ്. നേതാക്കൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പം ഇപ്പോൾ KC അബു ഉണ്ട്, മുതിർന്ന നേതാവ്. കോഴിക്കോട് നിന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഈ കേരളത്തിലെ ഒരു പ്രചാരണ പരിപാടികൾ എങ്ങനെ കാണുന്നു? കേരളത്തിലെ UDFിന്റെ പ്രചരണം തുടങ്ങാൻ എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു സ്ഥലം കോഴിക്കോടാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ ചോര വീണ് ചുവന്ന കോഴിക്കോട് കടപ്പുറത്ത് നിന്നാണ് AV കുട്ടിമാളു അമ്മ ചോരക്കുഞ്ഞിനെയും ചുമലിലേന്തി ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അക്ഷരലോകത്തെ സുൽത്താനായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അവസാനകാലം ചെലവിട്ട കോഴിക്കോട് നിന്ന് മലയാളികളുടെയും മലയാളത്തിൻ്റെയും സുഹൃതമായിരുന്ന MTയുടെ കർമ്മഭൂമിയായിരുന്ന കോഴിക്കോട്ട് നിന്ന് SK പൊറ്റക്കാട് ദേശത്തിൻ്റെ കഥ എഴുതിയ SK പൊറ്റക്കാടിൻ്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ച കോഴിക്കോട്ട് നിന്ന് രാഹുൽ ഗാന്ധി ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ തുടക്കം കുറിക്കുകയാണ്. എന്തായാലും ഇതാണ്, ഓഫീസിലൊക്കെ വലിയ ആവേശമാണ്. നേതാക്കൾ ഓരോരുത്തരായി എത്തുന്നു, പ്രവർത്തകർ പലയിടങ്ങളിൽ നിന്നായി എത്തുന്നു. അങ്ങനെ ഒരു ഉത്സവ ഛായയിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാനം മാറുന്ന കാഴ്ച. എന്തായാലും മിക്ക സ്ഥാനാർത്ഥികളും, മലബാറിലെ തന്നെ സ്ഥാനാർത്ഥികൾ ഈ ബീച്ചിലേക്ക് എത്തും. ഒപ്പം പ്രവർത്തകരും, വലിയ ഒരു പ്രവർത്തകരുടെ നിര തന്നെ ഇന്നത്തെ ഈ മഹാറാലിയിൽ പങ്കെടുക്കാനെത്തും. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം ബീച്ചിലേക്ക് വരും. പിന്നീട് ബസ് മാർഗം തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇതിനിടയിൽ ചില സർപ്രൈസ് സന്ദർശനങ്ങളൊക്കെ
അരങ്ങിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പാചകവാതക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില ആശയവിനിമയങ്ങൾ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമാണ്. നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കും. അതായത് 10-25 വർഷമായിട്ട് ഒരു MLA-മാർ പോലും കോൺഗ്രസിനില്ലാത്ത ഒരു ജില്ലയാണ്. അതുകൊണ്ട് അക്കൗണ്ട് തുറക്കും. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഭരണത്തിലേക്ക് നീങ്ങണമെങ്കിൽ മലബാർ മേഖലയിൽ നിന്നുള്ള ഒരു വലിയ MLA-മാരുടെ പങ്കാളിത്തം അനിവാര്യമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ശുഭകരമായ വർഷമാണ്. അതിൽ രാഹുൽ ഗാന്ധി തന്നെ വന്ന് തുടക്കം ഇടുന്നത് അങ്ങേയറ്റം മികച്ച ഒരു പ്രചാരണ ഗതിവേഗം നൽകുന്ന ഒരു കാര്യമായി മാറും എന്ന് തന്നെയാണ് ഇവരടക്കം പറയുന്നത്. യെസ്, എന്തായാലും വലിയ ആവേശത്തുടക്കം എന്ന് തന്നെ പറയാം. അതായത് രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി കോഴിക്കോടേക്കാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. കോഴിക്കോട് എത്തി അദ്ദേഹം ഈ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അണികൾ, നേതാക്കൾ എല്ലാവരും തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ്. അങ്ങനെ കോൺഗ്രസ് കൂടുതൽ പ്രചാരണം ശക്തിപ്പെടുത്തുകയാണ്. വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം BJPക്ക് വേണ്ടി കളത്തിൽ ഇറങ്ങുന്ന സാഹചര്യമുണ്ടാകുന്നു. CPM-ന് വേണ്ടിയും രാജ്യത്തെ പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ കേരളത്തിലേക്ക് എത്തും. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ നേതൃത്വത്തിൽ അധികവും മലയാളികളാണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. MA ബേബി അടക്കം സംസ്ഥാനത്ത് കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സാഹചര്യമാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.